പാക്കറ്റ് ഇന്ന് തീരും. തീർന്നില്ലെങ്കിൽ ഇത് തീരുന്നത് വരെയും ചായയോടൊപ്പം പിസ്ത തന്നെ ആയിരിക്കും. കഴിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും മൂപ്പരുടെ ഈ തോട് വല്ലാത്ത കഷ്ടമാണ്. എൻ്റെ സൽപുത്രൻ്റെ ഏറ്റവും വലിയ ഹോബി ഇതിൻ്റെ തോടെടുത്ത് വെറുതെ എറിഞ്ഞ് കളിക്കുക. ഇത് കാലിലെങ്ങാനും കൊണ്ടു കയറുമോ എന്നുള്ളതാണ് അമ്മയുടെ ടെൻഷൻ. ഇതിൻ്റെ പേര് കെട്ടിയൻ്റെ ഉപദേശം കേൾക്കേണ്ടി വന്നു. ഒരു വലിയ കലാകാരിയൊന്നും അല്ല എങ്കിലും ഞാനും ഒന്ന് ചിന്തിച്ചു, ഇതുകൊണ്ട് എന്ത് ചെയ്യാം. അപ്പോഴാണ് എൻ്റെ കണ്ണിലേക്ക് ഈ കല്യാണ കാർഡ് എത്തിയത്. കാർഡ് ഞാൻ തിരിച്ചും മറിച്ചു ഒന്ന് നോക്കി. ഈ കാർഡാണ് ഇന്നത്തെ എൻ്റെ മറ്റൊരു ഇര. പിസ്ത തോട്ടിലേക്കും ഞാൻ നോക്കി. പിസ്തയുടെ തോടെടുത്ത് ബൗളിൽ നിന്നും ടേബിളിലേക്ക് തട്ടിയിട്ടു. ആ ബൗൾ തന്നെ കാർഡിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചു. ഒരു വട്ടം അങ്ങ് വരച്ചു. പഠിക്കുന്ന കാലം തൊട്ടേ ഈ വട്ടത്തിനോട് എനിക്കൊരു വല്ലാത്ത പ്രിയം. അത് വേറെ കഥ, അതവിടെ നിൽക്കട്ടെ. എങ്കിലും നമുക്ക് ഈ വട്ടത്തെ ഒന്ന് റെഡിയാക്കാം. എൻ്റെ നാവിൻ്റെ മൂർച്ചയില്ല എങ്കിലും ഈ കത്രിക്ക് അല്പം മൂർച്ചയുള്ളത് കൊണ്ട് കാർഡിൽ നിന്ന് വട്ടം നന്നായി വെട്ടിയെടുക്കാൻ പറ്റി. ഷേപ്പൊന്നും കറക്റ്റ് അല്ല, എങ്കിലും എങ്ങനെ വെട്ടിയാലും പൂജ്യം. പൂജ്യത്തിനോട് പണ്ടേ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം എങ്ങനെ വെട്ടിയാലും പൂജ്യമാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് വൃത്തിയാക്കിയിട്ട് രണ്ടായിട്ട് മടക്കി. ആ മടക്ക് 4ആയി. ഒരു ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിനെ ഒന്ന് നിവർത്തി നോക്കി. കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. ഞാനിതിൻ്റെ നടുക്കെ കുറച്ച് ഗ്ലൂഗൺ അങ്ങോട്ട് തേച്ചു. ഈ ഗ്ലൂഗൺ വീഴുന്നതാണ് പ്രത്യേക ഭംഗിയല്ലേ? എനിക്കറിയാം. എന്നിട്ട് ഞാൻ 2 പിസ്തത്തോടെ എടുത്തു, യോജിപ്പിക്കാൻ നോക്കി. ഞാൻ എങ്ങനെ എവിടെയൊക്കെ യോജിപ്പിച്ചാലും അത്ര യോജിപ്പ് നടക്കാറില്ല. എങ്കിലും ഞാൻ അതിനെ നടുക്കോട്ട് വെച്ചു. ഓക്കെ, ഇനി അടുത്ത എന്ത് ചെയ്യാം? കുറച്ച് ഗ്ലൂഗൺ കൂടി അതിൻ്റെ ചുറ്റും അങ്ങോട്ട് തേച്ചു. വീണ്ടും പിസ്ത ഷെല്ലെടുത്ത് അറഞ്ചം പുറഞ്ചും അങ്ങോട്ട് ഒട്ടിക്കാൻ തുടങ്ങി. എവിടം വരെ പോകുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും വന്നാൽ ഞാനല്ല ഉത്തരവാദി. അങ്ങനെ ഞാൻ ഒട്ടിച്ച് ഒരു കുത്തബ് മീനാർ പണിയെന്നാ തോന്നേ. ചാരി വെക്കുക എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇത് ചാരി ഒന്നും വെക്കുകയല്ല, ഗ്ലൂഗണിനകത്തോട്ട് നന്നായിട്ട് ഒട്ടിയിരിക്കുക കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. കുറച്ചും കൂടി ഗ്ലൂഗൺ എടുത്തു, വീണ്ടും തേച്ചു. അങ്ങനെ ഈ പിസ്ത ഷെല്ലെല്ലാം ഒരെണ്ണം ബാക്കിയില്ലാതെ ഇതിനകത്ത് മൊത്തത്തിലങ്ങ് ഒട്ടിച്ചു. എന്തോ ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. കൊള്ളാലേ? എന്തൊക്കെയോ ഒരു പൂ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നില്ലേ? എനിക്ക് തോന്നി. താമരയാണോ റോസയാണോ? എന്തായാലും അവസാനം ഞാനൊരു പേര് പറയും, അത് നിങ്ങളങ്ങ് വിശ്വസിച്ചോണം. ആരും പ്ലീസ് ദയവായി കമൻറ്റുകളിലൂടെ തെറി വിളിക്കരുത്. രൂക്ഷവിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ ഇനിയും എൻ്റെ ജീവിതം ബാക്കി. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതെവിടം വരെ ചെല്ലുമെന്ന് നോക്കണ്ടേ? അങ്ങനെ ഞാൻ വീണ്ടും പിസ്തയുടെ ഷെല്ലുകൾ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടേയിരുന്നു. എവിടെ ഗ്യാപ്പ് കണ്ടാലും അവിടെ ഷെല്ല് വയ്ക്കും. നന്നായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പൂവായി കഴിഞ്ഞു. കുറച്ച് ഷെല്ല് കൂടി ബാക്കിയുണ്ട്. ഇത് കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടി ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. താമരപ്പൂ പോലില്ലേ? താമരപ്പൂ തന്നെ. ഞാൻ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചേ. ഓക്കെ, നല്ല ഭംഗിയില്ലേ? സൂപ്പറായിട്ടില്ലേ? സൂപ്പറായിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ? ഇനി നമുക്ക് കുറച്ച് കളർ ഇതിൽ ചേർത്താലോ? പക്ഷേ എൻ്റെ ചുറ്റും ഈ പേപ്പർ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അങ്ങനെ ഞാൻ ഇതങ്ങ് കട്ട് ചെയ്തു. കുറച്ച് കളറൊക്കെ ബാലൻസ് ഉണ്ട്. ഏകദേശം എല്ലാം കട്ട പിടിച്ചു. എങ്കിലും അതിൽ നിന്നൊരു ചുമപ്പ് കളർ കൊടുക്കാമെന്ന് വെച്ചു. പച്ച ഇലയ്ക്ക് കൊടുക്കാം. ഒരു ചുമന്ന താമരയാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ എനിക്ക് ചുമപ്പ് കളറ് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കയ്യിലുള്ള ചുമപ്പൊക്കെ വർഷങ്ങൾ പഴകിയതാ. അപ്പോൾ കട്ടിയായി കാണും. തുറന്നു നോക്കാം. അല്പം ഭേദത്തിനൊരു മജന്ത കിട്ടിയിട്ടുണ്ട്. ഇത് ആവാൻ താമരയ്ക്ക്. അങ്ങനെ എൻ്റെ സ്ഥിരം വിമർശകയായ എൻ്റെ മകളുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഈ താമരയൊന്ന് കളർ ചെയ്യുക. റോസാപ്പൂ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല കേട്ടോ, താമരപ്പൂ തന്നെ അത്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഗോൾഡൻ പെയിൻ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കാമെന്ന് വെച്ചു. എന്നിട്ട് ഒരു തൃപ്തി പോരാതെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? അതിഞ്ഞെടുത്ത്
അതിനകത്ത് റെഡ് കൊടുക്കാനായിട്ട് തുടങ്ങി. ആകെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്കിലും പിന്നെ കുറച്ച് ക്യൂടെക്സ് എടുത്തിട്ട് ഒരു മുട്ട് തയ്യാറാക്കി അതിനകത്ത് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ച്. അത് നല്ല ഭംഗിയുണ്ടെന്ന് എൻ്റെ മോള് പറഞ്ഞു. പിന്നെ ഞാൻ കുറേ മുട്ടുകൾ സെറ്റ് ചെയ്തു. അതെല്ലാം കൂടി ഇങ്ങനെ ആക്കി. നന്നായിട്ടില്ലേ? ഈ ഇലയെല്ലാം തുണിയാട്ടോ. ഇതിനകത്ത് ശരിക്കും ക്യൂടെക്സ് മാത്രമാണ്. അങ്ങനെ നമ്മുടെ താമര റെഡിയാക്കിയത് ഒരു ഫിനിഷിങ് അങ്ങോട്ട് വന്നില്ലെന്ന് തോന്നി. പിന്നെ കുറേ മജന്ത കളർ എടുത്ത് അടിച്ചു. ക്രേപ്പ് പേപ്പറിനകത്ത് ഇലയൊക്കെ വെട്ടിയെടുത്തു. അതിനകത്തൊന്ന് വരച്ച് എന്നിട്ടും എന്തോ ഒരു പോരായ്മ. അപ്പോഴേക്കും എനിക്ക് കിഡിലൊരു ഐറ്റം കിട്ടി. നെയിൽ പോളിഷ്. നല്ല നെയിലിൻ്റെ കളർ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കിടിലല്ലേ? സൂപ്പർ. എന്നിട്ട് ഞാൻ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ പറഞ്ഞേ, ഇഷ്ടപ്പെട്ടോ? ഡാലിയ പോലെയും തോന്നുന്നുണ്ട്. എന്തായാലും ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളുടെ കയ്യിലുള്ള കളർ അനുസരിച്ച് ഇതിനെ കൂടുതൽ മനോഹരമാക്കാം. ഇനി എല്ലാവരും കമൻറ്റ്, ഷെയർ, ലൈക്ക് പ്ലീസ്.